പുലർക്കാലത്തിലെ തണുപ്പിലേക്ക് അല്പം ചൂടും നാവിലെ രസക്കൂട്ടും ആഗ്രഹിക്കാത്ത മലയാളികളുണ്ടോ? അപ്പോൾ ആ രസക്കൂട്ടുകളിലേക്ക് നമ്മൾക്കും പോകാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഇടിയപ്പവും കടലക്കറിയുമാണ്. ഇടിയപ്പത്തിന് കൂട്ടായി കറുത്ത കടലയുടെ മസാലക്കറി. അപ്പോഴേ നമുക്ക് നമ്മുടെ കടല വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു, അത് കുക്കറിലേക്ക് മാറ്റാം. അതിലൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വയ്ക്കാം. മസാലക്കറി തേങ്ങ വറുത്തരച്ച ചാറിൽ ഇടിയപ്പം മുക്കി കഴിക്കുന്നത് ഒരു പ്രത്യേക സ്വാദാണ്. ഇപ്പോഴും നമ്മുടെ കടലക്കറിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കടല നന്നായി വെന്തിട്ടുണ്ട്. അപ്പം തേങ്ങ വറുത്ത് അരച്ച് ഞാൻ കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോഴ് രാവിലെ ഞാൻ ചായ ഇടുന്നതേ ഉള്ളൂ. അപ്പോഴേ കൂടെ ഒരു ചായയും ആകാം. അപ്പോഴേ നമുക്ക് ഇടിയപ്പത്തിന് വേണ്ടി നമ്മുടെ അരിപ്പൊടി വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോഴേ സ്വല്പം അരിപ്പൊടി മതി. ഞങ്ങൾക്ക് 2 പേർക്ക് മതിയല്ലോ, അതുകൊണ്ട് ഞാൻ സ്വല്പം അരിപ്പൊടിയേ എടുക്കുന്നുള്ളൂ. അപ്പോഴീ കടലക്കറി അങ്ങ് വെച്ച് അതങ്ങ് മാറ്റിയിട്ടാകാമെന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ കടലക്കറി ഇവിടെ ഞാൻ തയ്യാറാക്കിയെടുത്തു. പിന്നെ ഞാൻ അരിപ്പൊടിയും വറുത്തെടുത്തു. ഈ അരിപ്പൊടിയിലേക്ക് തിളച്ച വെള്ളം, ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഈ ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് പാകത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇനിയും നമ്മുടെ സേവനാഴി എടുക്കാം, അതായത് അച്ചിലൂടെ ചുറ്റിച്ചെടുക്കുന്ന വെള്ള വിസ്മയം, അതിൻ്റെ മുകളിൽ അല്പം തേങ്ങ ചിരകിയതും കൂട്ടി ഇട്ടാൽ സംഗതി ഉഷാറാകും. അപ്പോഴേ നമ്മുടെ അരിപ്പൊടി ചൂട് അല്പം കൂടുതലുണ്ട് എങ്കിലും സാരമാക്കാതെ ഞാനത് കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ അത് കുഴച്ചെടുത്തു മയപ്പെടാനായിട്ട് അല്പനേരം അത് മാറ്റിവെച്ചു. അതിനുശേഷം നമ്മുടെ സേവനാഴി എടുത്ത് സേവനാഴിക്കകത്ത് സ്വല്പം വെളിച്ചെണ്ണയെല്ലാം പുരട്ടി, എന്നിട്ട് നമ്മുടെ എല്ലാം തെറ്റിപ്പോവുകയാണ്. നമ്മുടെ ഇഡലി ഉണ്ടാക്കുന്ന ആ തട്ടിലേക്ക് ഓരോന്നും തിരിച്ച് കറക്കി അത് ഇടിയപ്പ ഷേപ്പിലാക്കി ഇടിയപ്പത്തിന് വേണ്ടി തയ്യാറാക്കി ഞാൻ വെച്ചു. കുറച്ച് പാടാണ് ഇത് കറക്കിയെടുക്കാൻ, എങ്കിലും കഴിക്കാൻ സംഗതി സൂപ്പറാണ്. അങ്ങനെ അത് മൊത്തം ഞാൻ തയ്യാറാക്കിയ ശേഷം നമ്മുടെ വേകാനായിട്ടുള്ള വെള്ളവും അടുപ്പിലേക്ക് വെച്ചു. വെള്ളം തിളച്ചപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പക്കൂട്ടും, അതായത് സേവനാഴിയെ ചുറ്റിച്ചെടുത്ത നമ്മുടെ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് അടുപ്പിൽ വെച്ചു. അങ്ങനെ തയ്യാറാക്കിയെടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ആവി പറക്കുന്ന ഒരു ഗ്ലാസ് പാൽ ചായ കടുപ്പത്തിലടിച്ച് പതിപ്പിച്ച് ചായയുടെ മധുരം ഈ പ്രഭാതത്തെ സുന്ദരമാക്കാൻ വേണ്ടി ഞാൻ ചായയും ഇട്ടു. അങ്ങനെ ചായയും തയ്യാറാക്കി. അപ്പോഴേ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോഴേ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ
ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോഴേ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവരും സുഖമായിരിക്കാനും എല്ലാവർക്കും നല്ലത് വരുത്തുവാനും ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.